നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്മാർട്ട് ഫോണിൽ കുറേയധികം യൂസ്ഫുള്ളായ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലെ കുറച്ച് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടം. സോ ഗെയ്സ്, ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ പോക്കോ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോസ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമുക്കൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കിവിടെ കുറേ അധികം വീഡിയോസും കാര്യങ്ങളും താഴോട്ട് കിടപ്പുണ്ട്. നമുക്കപ്പോൾ ഏത് വീഡിയോ വേണം, ഈ വീഡിയോ വേണം, ഏത് വീഡിയോ വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിങ് ആവുന്നതാണ്. ആ വീഡിയോ ഡൗൺലോഡ് ആവും, അതിനുശേഷം നമ്മളിത് എഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു എഡിറ്റിംഗ് ടൂളിൻ്റെ, ഈ ഒരു ഫോക്കോ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. ആപ്ലിക്കേഷൻ ടോപ്പ് സ്കാനർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ടു സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കേണ്ട ഓപ്ഷൻസ് എല്ലാം അലോ കൊടുത്ത് വിട്ട ശേഷം നിങ്ങൾക്ക് എന്താണ് സ്കാൻ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇതാണ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് PDF ആക്കേണ്ടത്, ആ രീതിയിലുള്ള ഇതെല്ലാം നമുക്ക് എടുത്തപ്പോൾ ഷേക്ക് ആയിപ്പോയി. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് പിക്ക് എടുത്താലും അത് ഷേക്ക് ആയാൽ പോലും അത് കറക്റ്റ് അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്തതിന് ഇപ്പോൾ ക്രോപ്പ് എന്ന് കൊടുത്ത ശേഷം നമുക്കിവിടെ മേളിൽ കാണുന്ന ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്താൽ മതി. ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ ഇവിടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് വരും. നമുക്ക് ബ്രൈറ്റ്നസ് എത്രത്തോളം വേണോ, അത് ഏത് കോൺട്രാസ്റ്റ് എത്ര വേണം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് പോകും. അങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് നേരിട്ട് PDF അതുപോലെ നിങ്ങൾ സേവ് PDF ഓർ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിലിപ്പോൾ ഇമേജ് ആക്കാം, PDF ആക്കാം. അതുപോലെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വാളിറ്റീസ് ഒക്കെ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിലോട്ട്, നിങ്ങളുടെ ഫോണിലോട്ട് PDF ആയി സേവ് ആവും. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് റെഹോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കും അതുപോലെ ഗെയിം ലൈവ് ഒക്കെ ചെയ്യുന്നവർക്കും, ഇപ്പോൾ ബിഗിനേഴ്സ് ആയവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏത് ഗെയിംസ് വേണമെങ്കിലും ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ അക്കൗണ്ട് രജിസ്റ്റേർഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് രജിസ്റ്റേർഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ നെയിം കൊടുത്ത് ഇത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇതിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലൈവ് ചെയ്യേണ്ടത് കാര്യങ്ങളിവിടെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റിലത്തെ നിങ്ങളുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. സെക്കൻഡ് നിങ്ങൾ അതർ പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലോട്ട് ചെയ്യാം. യൂട്യൂബിലോട്ട് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ കണ്ടൻറ്റ്, തംബ്നെയിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കേണ്ടത് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അതിൽ അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു തംബ്നെയിൽ കൊടുത്ത ശേഷം നിങ്ങളിതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലായിട്ട് 2 ലോഞ്ചറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് പോസ്റ്റ് ലോഞ്ചർ എന്നാണ് ഈ ഒരു ലോഞ്ചറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ ലോഞ്ചർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഈ ലോഞ്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റിലത്തെ ഓപ്ഷൻ പിക്സൽ, അതുപോലെ ഓൺ UI, iOS, അതുപോലെ സൂപ്പർമി, അങ്ങനെ റീസ്റ്റോർ ഫോർ ബാക്കപ്പ്. അപ്പോൾ നമുക്കിവിടെ ഏത് UI വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഓൺ UI സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻ അക്സസറീസ് നിങ്ങൾ ഇനേബിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോഞ്ചറിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾ ഇനേബിൾ ചെയ്ത ശേഷം ബാക്ക് പോവുക. അതിനുശേഷം ഓരോ ഓപ്ഷൻസ് നിങ്ങൾ ഇനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ അത് ഇനേബിൾ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ തീം ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്, ലോഞ്ചർ തീം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടുന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ തിരിച്ച് ഇതാണ് ലോഞ്ചറിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത ആപ്ലിക്കേഷനിലോട്ടൊക്കെ പോകാൻ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല യൂസ്ഫുൾ ആയൊരു ലോഞ്ചറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയൊരു ലോഞ്ചറാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൺ ആപ്ലിക്കേഷനിലോട്ട് പോവാം. ലാസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലോഞ്ചർ
എയർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അലോ ഓപ്ഷൻസ് ആണ് വരുന്നത്. അലോ കൊടുക്കുക. ഈ ലോഞ്ചറിനകത്ത് വലിയ ഫങ്ഷൻസും കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഇപ്പം OnePlusൻ്റെ രീതിയിലുള്ള ഒരു ലോഞ്ചറിലാണ് വരുന്നത്. അതുപോലെ പിക്സൽ, OnePlus അങ്ങനെയുള്ള രീതിയിലുള്ള ലോഞ്ചർ ടൈപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ലോഞ്ചറാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.